ഡോക്ടർ എന്താ പറഞ്ഞത് നവീൻ? മേഡം വിഷമിക്കണ്ട, അല്പം പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾക്കൊരു അനുകൂലത കിടക്കുക. നവീൻ ഒട്ടും വയ്യാത്തോണ്ടാ. മനസ്സിലായി സിസ്റ്റർ, താങ്ക്സ്. ഹലോ, അതെ സാർ. സാർ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. തീർച്ചയായും സാർ. താങ്ക് യു സാർ. CI വിളിച്ചത്. ഗാഥയിടിച്ച ആളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അത് ചെയ്തത് ആരായാലും അയാളെ ഞാൻ വെറുതെ വിടത്തില്ല. നോക്കിക്കോ. കാതുമോളെ, നോക്കട്ടെ. എന്താ മമ്മി? അറിയോ? ഓക്കെ. നവീൻ വിളിച്ചു പറഞ്ഞു നിനക്കെന്തോ ആക്സിഡന്റ് പറ്റിയെന്ന്. കണ്ടീഷൻ കുറച്ച് മോശമാണെന്നാണല്ലോ നവീൻ പറഞ്ഞ്. അതെന്തിനായിരിക്കും മാഡം അങ്ങനെയൊക്കെ പറഞ്ഞേ? ആക്സിഡന്റ് പറ്റിയത് എനിക്കല്ല, കൃഷ്ണയ്ക്കാ. എങ്ങനെ? ഏതോ കാറിന്റെ മുന്നിൽ ചാടിക്കൊടുത്തതാ. അവള് വലിയ ആളാണെന്ന് ചിലപ്പോ കാറിന് മനസ്സിലായി കാണില്ല. അരുത് മോളെ, ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാളെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. എന്തായാലും അവക്കൊരാപത്ത് പറ്റിയെന്നറിഞ്ഞപ്പോ നീ ഓടി വന്നല്ലോ. അത്രയ്ക്കും കടപ്പാട് നിനക്ക് ആ കുട്ടിയോടുണ്ട്. ഞാൻ അവളെ കാണാൻ വന്നല്ല. ഞാൻ എന്തിനാ അവക്ക് കാവലെ നിക്കണത്? വാ നമുക്ക് പോവാം. അല്ല മോളെ. മമ്മി, എനിക്ക് പോണം. അവക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് പോയേക്കാം മമ്മി. എന്നാലും ഒരു വട്ടം ഒന്ന് കണ്ടിട്ട്. മമ്മി വേണ്ട മമ്മി. മോളെ, മോളെ. ഗാഥ മാഡം, സിതാര മാഡം. സിതാര വന്നിട്ട് അധികം നേരമായോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. വരൂ, വാ. സാറേ, സാറേ. മാണിക്കുഞ്ഞ്,
മനസ്സിന് വല്ലാത്തൊരു ഭാരമാടോ. ഒരു കുടുംബജീവിതത്തിലെ ടെൻഷൻ ഉണ്ടല്ലോ, അതെടുത്ത് തലയിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. മോനെ, എന്തു പറ്റിയതാ മോനെ? നവീൻ, എന്താടാ? അമ്മേ, ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തു നിൽക്കുകയായിരുന്നു. ഞാനൊരു കോൾ അറ്റൻഡ് ചെയ്യാൻ പോയ സമയം കൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. അയ്യോ, പോട്ടെ മോനെ. ഒന്നുമില്ലെങ്കിലും ഗാഥമോൾക്കൊരു അപകടം പറ്റിയപ്പോ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയില്ലേ ദൈവം? ഡോക്ടർ എന്താ പറഞ്ഞത് നവീൻ? മേഡം വിഷമിക്കണ്ട, അല്പം പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾക്കൊരു അനുകൂലത കിടക്കുക. ഡോക്ടർ, ഡോക്ടർ, എന്റെ മോള് അകത്ത് കിടക്കുന്ന എനിക്കൊന്ന് കാണാൻ പറ്റൂ? ഐ ആം സോറി. സീരിയസ് ആയ പേഷ്യൻ്റെ അടുത്ത് കൂടെ കൂടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഐ കാൺ പെർമിറ്റ്. പ്ലീസ് ഡോക്ടർ, ഞാനും ഓള് മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടില്. പ്ലീസ്, ഒരമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. സിത്താര ഗാഥമോളുടെ പെറ്റമ്മയാ, ഒന്ന് കാണാൻ അനുവദിക്കൂ ഡോക്ടർ. ഓക്കെ, ഇതിപ്പം അമ്മയായതുകൊണ്ടാ. മറ്റാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ നിൽക്കേണ്ട, ഞാൻ അനുവദിക്കില്ല. ഇല്ല ഡോക്ടർ. സിത്താരെ, പോയിട്ട് വരൂ.